നമ്മുടെ KB100-നകത്ത് കമ്പനി വന്ന സിസ്റ്റം ക്ലച്ച് ഷാഫ്റ്റുകൾ ഇങ്ങനെയാണ്. ഒരു സർക്ലിപ്പ് ലോക്കാണ് വന്നിരിക്കുന്നത്, നട്ടില്ല. അപ്പോൾ ഈ നട്ടില്ലാത്ത കാരണം ഈ ഒരു ഷേക്ക് ഒരു കാരണവശാലും മാറത്തില്ല. ഈ ഒരു ഷേക്ക് കാരണം ക്ലച്ച് ഇറക്കുന്നത്, നമ്മൾ സഡൻ കൈ കൊടുക്കുമ്പോൾ ക്ലച്ച് കയറി ഇറക്കും. ഇത് നമ്മൾ മാറ്റിയിട്ടാണ് നമ്മൾ ത്രെഡ് ചെയ്ത് നട്ടാക്കിയേക്കുന്നത്. അതേപോലെ ഈ ഹോളിനകം കണ്ടോ, ഈ ഹോള് നല്ല ഡോറായിട്ട് അതിനകത്ത് ഹോളാണ്. ആ ഒരു ഹോളിനെ നമ്മൾ ഒരു തകിട് പീസ് കയറ്റിക്കൊണ്ട് നമ്മൾ ഹോളിട്ടിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ വരുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു മാനുഫാക്ചറിങ് ഡിഫക്റ്റായിട്ട് തോന്നിയതാണ്. ഇതാണ് നമ്മൾ ഇപ്പം ചേഞ്ച് ചെയ്തേക്കുന്നത്. എഞ്ചിൻ നമ്മൾ വർക്ക് കഴിഞ്ഞ് കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടാക്കാനുള്ള പരുവത്തിലോട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ലോക്ക് വരുന്നത് കാരണം നമുക്ക് ഷേക്ക് ആയിരിക്കും, എപ്പോഴും ഈ ക്ലച്ച് ഇങ്ങനെ ഷേക്ക് ആയിരിക്കും. ഇപ്പോൾ ഷേക്കോ കാര്യങ്ങളൊന്നുമില്ല. ചെയ്തിരിക്കുന്നത് ആ ഷാഫ്റ്റ് നമ്മൾ ത്രെഡ് ആക്കിയിട്ട് നമ്മൾ 19 നട്ട് ചെയ്തിട്ടുണ്ട്. അതേ കാണാം കേട്ടെ, ഒരു 19 നട്ടാണ് ഈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് പക്ക സ്ട്രോങ് ആണ്. ഇനി നമുക്ക് ഇറക്കി ഓടിച്ചതിന് ശേഷം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഏകദേശം നമ്മുടെ കാൽക്കുലേഷനിലെല്ലാം ഏകദേശം കറക്റ്റായിട്ട് നിൽക്കുകയാണ് സാധനം. ഇപ്പം വർക്കിങ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടക്കും. പിന്നെ അതേപോലെ നമ്മൾ പുതിയൊരു അപ്ഡേഷൻ ഉണ്ട് ഇതിനകത്ത് ഇവിടെ ഓയിൽ, നമ്മുടെ ക്ലച്ചിനകത്തേക്ക് ഓയിൽ വരാനുള്ള ഈ ഒരു ഹോള്, അതൊരു വലിയ ഹോളാണ്. അതിലൊന്നും നമുക്ക് പ്രോപ്പറായിട്ട് ഓയിൽ കിട്ടത്തില്ല. ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഗിയർ വീലിൽ കൂടെ ഉള്ള ഓയിൽ മൊത്തം നമ്മൾ ഈ ക്ലച്ച് സൈഡിലോട്ടാണ് വരുന്നത്. അപ്പം നോയ്സ് കൂടും. അപ്പം പ്രോപ്പറായിട്ട് നമ്മുടെ ഗിയർ ബോക്സിനകത്ത് ഓയിൽ നിൽക്കത്തില്ല. ഗിയർ ബോക്സിനകത്തോട്ട് ഓയിൽ പോകാനുള്ള ഒരു ഹോൾ ഇവിടെ ഉണ്ട്. അത് തന്നെ ധാരാളമാണ് നമുക്ക്. അപ്പോൾ ഈ ഹോളിനെ നമുക്ക് ചെറുതാക്കണം. അപ്പോൾ നമ്മളത് ചെറുതാക്കാനായിട്ട് ചെയ്തിരിക്കുന്ന ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു മാർഗ്ഗം കണ്ട് ഇതാണ്. ഇതേപോലെ നമ്മൾ ആ ഒരു അളവിലൊരു ഡിസൈനിൽ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു തകിടിനകത്ത് നമ്മൾ ആവശ്യമുള്ള ഹോള്, അത്യാവശ്യം നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ മാത്രം വന്നാൽ മതി. അപ്പോൾ ഇത്രയും ഹോളാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യാൻ പോകും. നമ്മൾ ഈ തകിട് കയറ്റി ഹോൾസ് ചെയ്തപ്പം നമ്മുടെ ആ ഒരു പോർഷനിൽ ആ വലിയ ഹോൾ അടഞ്ഞിട്ട് ആവശ്യമുള്ള ഓയിൽ നമുക്ക് മേളിൽ കൂടെ, ആവശ്യമുള്ള ഓയിൽ നമുക്ക് മേളിൽ കൂടെ ഈ ക്ലച്ച് സൈഡിലോട്ട് വരും. ഈ ക്ലച്ച് സൈഡിലോട്ട് ഓയിൽ വരണമെന്നില്ല. നമുക്ക് ഈ സൈഡിൽ ഓയിൽ ഹോൾഡായിട്ട് കിടക്കുന്നതാണ്. ഈ വീലിൽ കൂടെ കയറി വന്നോളും. അപ്പോൾ എന്നാലും നമ്മൾ ഒരു ചെറിയൊരു ഓയിൽ പാസേജിന് വേണ്ടി നമ്മൾ ഹോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഗിയർ ബോക്സിനകത്ത് ഓയിൽ കുറയത്തില്ല. മറ്റേത് നമ്മൾ ഗിയർ ബോക്സിനകത്ത് ആ ഓയിൽ മാക്സിമം ഗിയർ വീലിൽ കൂടെ വന്നിട്ട് ഈ ഹോൾ വഴി ഈ ക്ലച്ച് സൈഡിലോട്ടാണ് കൂടുതൽ വരുന്നത്. അത് കാരണം ഗിയർ ബോക്സിന് നല്ല നോയ്സ് വരാറുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്ന കാരണം നമുക്ക് അധികം ഓയിൽ ഗിയർ ബോക്സിൽ നിന്ന് വെളിയിൽ പോകത്തില്ല. ആ ഗിയർ ബോക്സിന് വേണ്ട അത്രയും ഓയിൽ അവിടെ കാണും. അപ്പോൾ അധികം ഓയിൽ നമുക്ക് പ്രഷറിൽ തള്ളുന്നത് ഈ ഇതിനകത്തൂടെ വന്ന് നമുക്ക് ഈ ഹോളിൽ കൂടെ വന്നിട്ട് ഇതുവഴി നേരെ നമ്മുടെ ക്ലച്ച് സൈഡിലോട്ട് വരും. ചെയ്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം സൈലൻ്റ് ആണോ, അത് നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ്സ് നമുക്ക് സിമ്പിളാണ്. ഇതിനകത്തോട്ട് കയറ്റി സെറ്റ് ചെയ്താൽ മതി നമുക്കത്. നമ്മൾ ആ രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത്. മൊത്തം ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമില്ലാതെ ആ സൈഡിൽ കൂടെ ഒന്നും ഓയിൽ വരത്തില്ല. നമുക്ക് ഓയിൽ ആ ഹോളിൽ കൂടെ ഉള്ള ഓയിലേ വരത്തുള്ളൂ. ആ പ്രഷറിൽ ആവശ്യത്തിന് ഓയിലുള്ള ഓയിലേ വെളിയിലോട്ട് വരാൻ സാധ്യതയുള്ളൂ. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ചെയ്ത് എഞ്ചിനൊന്ന് സ്റ്റാർട്ട് ആക്കിയതിന് ശേഷം നമ്മൾ ചെയ്തതെല്ലാം സക്സസ് ആണോ ഇല്ലയെന്നുള്ളത് നിങ്ങളെ ഉടനെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.